11-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഒന്നുകൂടെ വായിച്ചാട്ടെ. യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. എല്ലാവരും കരം ഉയർത്തിയ വചനത്തിനാണ് ദൈവത്തെ സ്തുതിച്ചാണ്. സ്തോത്രം. അവർ ശരീരത്തിന്റെ വിശപ്പിന് വേണ്ടി മീൻ പിടിക്കാൻ വേണ്ടി വല ശരിയാക്കിയ ഇപ്പോഴത്തെ ശരീരം ആത്മാവിന്റെ വിശപ്പ് മാറാൻ ദൈവവചനം കേൾക്കാൻ ഒരു കൂട്ടം ജനമാ. 2 വിശപ്പിനിടയിൽ എന്റെ അരുമനാഥൻ ഇതാ നിൽക്കുകയാ. ഒന്ന് ശരീരത്തിന്റെ വിശപ്പ്, 2 ആത്മാവിന്റെ വിശപ്പ്. ഇന്ന് രാത്രി ദൈവാത്മാ ചോദിക്കുന്നു, നീ ഏത് വിശപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്? ജനമേ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശു നടുക്കി നിൽക്കുകയാ. നിങ്ങൾ ഓർക്കണം, തമ്പുരാന് 2ഉം അറിയാം. ശരീരത്തിന്റെ വിശപ്പ് മാറ്റാനും അറിയാം, ആത്മാവിന്റെ വിശപ്പ് മാറ്റാനും അറിയാം. എന്റെ ചോദ്യം, ഇതിലേതിന് യേശു പ്രയോറിറ്റി കൊടുക്കുമെന്നുള്ളതാ. പ്രയോജനം കൊടുക്കുമോ? വചനം കേൾക്കുന്നവർക്ക് പ്രയോജനം കൊടുക്കുമോ? ഇന്ന് രാത്രി ഒരു നിമിഷം നിങ്ങളുടെ മനസ്സ് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. വല കഴുകുന്നവരെ കൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് മീൻ പിടിപ്പിക്കാൻ അറിയാം. എന്നാൽ യേശു എന്താ പറഞ്ഞത്? യേശു എന്താ ചെയ്തത്? യേശു ഒരു നിമിഷ നേരം ഈ കാര്യങ്ങളുടെ ക്രമീകരണത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചു കേൾക്ക്. യേശു തീരുമാനിച്ചു, പ്രസംഗിച്ചിട്ടേ മീൻ പിടിക്കുള്ളൂ. സന്തോഷപ്പെടുന്ന രാത്രി ദൈവവചനം പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? മീൻ പിടിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ വിശപ്പ് മാറിയിട്ട് ശരീരത്തിന്റെ വിശപ്പ് തീരുമാനിക്കുന്നുള്ളൂ. ഇന്ന് രാത്രി ശരീരത്തെക്കാൾ, നിന്റെ ഉടുപ്പിനേക്കാൾ വലിയ ആത്മാവാണെന്ന് പ്രഖ്യാപിച്ച എന്റെ അരുമനാഥനെ ഒരു പ്രാവശ്യം കൂടെ ചെറുമക്കൾ ഉയർത്തുവാൻ ദൈവം അവസരത്തിനാൽ ദൈവത്തെ സ്തുതിക്കുക. മുൻപതിയില്ലാതെ സ്തോത്രം പറഞ്ഞാട്ടെ, മനസ്സ് തുണിയാക്കി സ്തോത്രം പറഞ്ഞാട്ടെ, ആത്മശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. തമ്പുരാൻ തീരുമാനിച്ചു, പ്രയോജന ദൈവവചനത്തിന് അറിയാ. ആത്മാവിന്റെ വിശപ്പില്ല, 2 വിശപ്പാ. ഒന്ന് ഔട്ടർമൻ, അവന്റെ പുറമേയുള്ള മനുഷ്യന്റെ വിശപ്പ. 2 ഇന്നർമൻ, അകത്തെ മനുഷ്യന്റെ വിശപ്പ. യേശു നടുക്കാതിരിക്കുന്നത്. പക്ഷെ യേശുവിന് ഇവരോട് പ്രസംഗിക്കണം. യേശുവിന് ഇവരോട് പ്രസംഗിക്കണം. അവൻ അതിന് ഈ ഫ്രണ്ടിൽ കാണുന്ന ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ എന്റെ തമ്പുരാന് ഒരു സ്റ്റേജ് കൊടുക്കണം, ഒരു പുൽപിറ്റ് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ വന്നവനെ കണ്ടാലറിയാം, കൃപയുള്ളവനെ കണ്ടാലറിയാം, ആരാധിക്കുന്നവനെ കണ്ടാലറിയാം, ദൈവസ്നേഹമുള്ളവനെ കണ്ടാലറിയാം. ഇന്ന് രാത്രി ദൈവശക്തി ഈ പങ്കൽ മുഴുവൻ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ തീ ഈ പങ്കൽ മുഴുവൻ വ്യാപരിക്കട്ടെ. അനുസരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചോ ഈ രാത്രികാലം അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ എത്രവർക്ക് മനസ്സുണ്ട്? അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അനുസരിക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ, വചനം അനുസരിക്കാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ നീ തയ്യാറായാൽ അനുഗ്രഹിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്കെല്ലാം അറിയില്ല, പക്ഷെ യേശുവിന് സിദ്ധിതാവിന് സിദ്ധികളുടെ ഭാഷ അറിയാവുന്നതുകൊണ്ട് തമ്പുരാന്റെ പ്രസംഗം കേൾക്കാൻ പടകിന്റെ ആടിയിൽ കരയ്ക്കുള്ളതിനേക്കാൾ വലിയ കൂട്ടം ഈ പടകിന്റെ ആടിയിൽ വെള്ളത്തിനകത്ത് യേശുവിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. നിന്റെ പ്രതികൂലം നിന്റെ അനുഗ്രഹമാ. നീ വിശുദ്ധിയോടും വിശ്വസ്തയോടും നിൽക്കാമെങ്കിൽ ഒരു പ്രതികൂല ശക്തിക്കും ഒരു അന്ധകാര ശക്തിക്കും നിന്നെ ഒരു ചോക്ക് ചെയ്യാൻ പറ്റില്ല. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. സ്തോത്രം. ജീവൻ അങ്ങനല്ല ചെയ്തത്. വലക്കകത്ത് മീനുണ്ടെന്നറിഞ്ഞപ്പോൾ യേശുവും പൊതുജനവും പ്രസംഗം കേൾക്കുന്നവരും മുഴുവൻ നിൽക്കുക. എല്ലാവരും കണക്ക് ബോധിപ്പിക്കുന്ന വലിയ വലിക്കുന്നത് എല്ലാരും കാണട്ടെ. എനിക്ക് എത്ര കിട്ടിയെന്നവരറിയട്ടെ, ഇതിൽ എത്ര ഉണ്ടെന്നവരറിയട്ടെ, എത്ര മീനുണ്ടെന്ന് അറിയട്ടെ, അതിന്റെ വലിപ്പം എത്രയാണെന്ന് എല്ലാവരും അറിയട്ടെ.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലർക്കൊന്നും പ്രവർത്തനമില്ലാത്തതുകൊണ്ട് എത്ര കിട്ടിയെന്നും അറിയത്തില്ല, എപ്പോ വലിച്ചെന്നും അറിയത്തില്ല, ഇതെല്ലാം വലിച്ചോണ്ട് അങ്ങോട്ട് പോയെന്നും അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്തായാലും ബൈബിൾ കോളേജിൽ പ്രവർത്തനം ഉള്ളത് കൊണ്ട് വലിച്ചോണ്ട് വരുന്നത് ഇങ്ങോട്ടാണെന്നെങ്കിലും അറിയാമല്ലോ. ചിലർക്ക് ഒന്നുമില്ലാത്തതുകൊണ്ട് എവിടോട്ടാ വലിച്ചുകൊണ്ട് പോയാൽ ആർക്കറിയാം. വലിച്ചു കയറ്റുമ്പോൾ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അറിയിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. തമ്പുരാൻ തന്ന വലയാ, തമ്പുരാൻ പറഞ്ഞ വലയാ, പറഞ്ഞിട്ട് വീശിയ വലയാ, ഇതിനകത്ത് നീ കയറ്റിയത് ദൈവമാ. അതിലാരും അസൂയപ്പെടണ്ട, ഇതിനകത്ത് മീനെ കയറ്റിയത് ദൈവമാ. എന്നാ പിന്നെ ഒറ്റയ്ക്കൊന്നും വലിച്ചേക്കാന്ന് വിചാരിച്ചില്ല. നിനക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുത്താൽ പിന്നെ നിനക്ക് ദൈവം തന്നുകൊണ്ടേയിരിക്കും. നീ കൊടുത്തു പഠിക്കുക, നീ കൊടുത്തു പഠിക്കുക. നിന്റെ കയ്യിൽ തന്നെ വെച്ചേക്കാതെ മറ്റുള്ളവർക്കൂടെ കൊടുക്കുക. വിളിക്കുക അന്തരവസിനെ, വിളിക്കുക യാക്കോബിനെ. നീ തന്നെ തിന്നാതെ മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ, ഉപയോഗിക്കാൻ. പാടിക്കുന്ന രാത്രി, പാടിക്കുന്ന രാത്രി മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ, പാടിക്കുന്ന രാത്രി. ഇന്ന് രാത്രി ഞാൻ കാണിച്ചതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? കിട്ടിയത് മുഴുവൻ കൈ വെച്ചാക്കാതെ മറ്റുള്ളവർക്കൂടെ കൊടുത്താൽ തമ്പുരാൻ പുതിയത് പുതിയത് നിനക്ക് തരാൻ പോവുക. ഇന്ന് രാത്രി തീരുമാനമെടുത്തേ പോകാവൂ, അല്ല തീരുമാനമെടുത്തേ പോകാവൂ. അവന് വലക്കകത്ത് മീൻ കിട്ടിയപ്പോൾ വിളിച്ചു അന്തരവസിനെ കൂടെ, യാക്കോബിനെ കൂടെ വിളിച്ചു. കിട്ടുമ്പോൾ നിനക്ക് ദൈവം നന്മ വരുമ്പോൾ അത് മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ, അനേകർക്ക് കൊടുക്കുവാൻ നീ തീരുമാനമെടുക്കുക. സ്വർഗ്ഗം നിന്നെ മാനിക്കും, എന്റെ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവശക്തി അവനിക്കട്ടെ. കൃപയുള്ളവർ ദൈവത്തെ ആരാധിക്കുന്ന രാത്രി, ഇത് പരിശുദ്ധാത്മാവിന്റെ രാത്രിയാണ്. തമ്പുരാൻ നിനക്ക് കൃപ തന്നാൽ, തമ്പുരാൻ നിനക്ക് അനുഗ്രഹം തന്നാൽ അത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ. Share to others, share to others, share to others. അത് മറ്റുള്ളവർക്ക് കൈമാറാം. തമ്പുരാൻ നിനക്ക് തരുന്ന നന്മ, എന്റെ ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ എന്റെ ദൈവം വെറും കൈയോടെ വിടത്തില്ല. തമ്പുരാൻ വെറും കൈയോടെ വിടത്തില്ല. മറ്റുള്ളവരെ വിളിക്കുന്നത് സഭയുടെ പേര് നോക്കിയല്ല ചട്ടി കൊടുക്കേണ്ടത്. ഈ ചട്ടിയെ സഭയുടെ പേരെഴുതരുത്. ചട്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി നീ കൈമാറാനുള്ളതാ. തമ്പുരാൻ തന്നതിൽ നീ പേരെഴുതി അഡ്രസ് എഴുതി അല്ല മാറേണ്ടത്. ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ സുവിശേഷം പറയാൻ ദൈവം വിളിച്ച ദൈവ മക്കള് ഈ രാത്രി ദൈവം തന്നതോ കൈമാറുക, കൈമാറുക. Share to others. Praise the Lord. Praise the Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൊളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു 20 കൊല്ലം മുമ്പ് സുവിശേഷം പ്രസംഗിക്കാൻ പോയി. വളരെ നേരത്തെ പോയി. അതെല്ലായിടത്തും അങ്ങനെ, ഇവിടെ ഞാൻ നേരത്തെയാണ്, എല്ലായിടത്തും അങ്ങനെ. അമേൻ. നേരത്തെ ഒരുങ്ങുക എന്നുള്ളത് എനിക്ക് ദൈവം നന്നേക്കുന്ന ഒരു പ്രത്യേകത. കർത്താവ് വരുമ്പോഴും അങ്ങനെ ഹല്ലേലൂയ. ഞാൻ വളരെ നേരത്തെ അവിടെ ചെന്നു. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. അവിടെ വന്നവരാണ്. സ്തോത്രം. ഗ്രൗണ്ടിൽ ഇന്നത്തെ പോലെ വലിയ സംവിധാനമൊന്നുമില്ല. വന്നവരാൾ ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞ പേര് എബ്രഹാം, തിരുവല്ലായിൽ വരിക. കേട്ടിട്ടില്ല, ആർക്കും അറിയത്തില്ല. എന്നെ അറിയത്തില്ല, ആ പുള്ളിക്ക് എന്നെ അറിയത്തില്ല. എന്നോട് ചോദിച്ചു ഏത് സഭയാണ്? ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ആമേൻ. ഞാൻ പറഞ്ഞു IPC. ഞാനും IPC. ഒരു ചായ കുടിച്ചാലോ? ഒരു ചായ കുടിച്ചാലോ? ഞാൻ പറഞ്ഞു കുടിക്കാം, വാ. രണ്ടുപേരും കൂടെ അവിടുത്തെ ഒരു ചായക്കടയിലോട്ട് ഞങ്ങൾ പോവാ. നടന്നു പോകുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു പ്രശ്നം ഇങ്ങോട്ട് വരുന്നു. ഒന്നും മിണ്ടല്ലേ എന്ന് ഓർത്താൻ ഞാൻ പോകുന്നത്. അങ്ങനെ എന്നെ കണ്ടുടനെ വിളിക്കാം, സാധാരണ ചിന്ത. എപ്പോഴാ ഇവിടെത്തിയ? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. എന്നാ മറ്റേ പുള്ളിയോട് എന്നെ ചായക്ക് കൊണ്ടുവന്ന പുള്ളിയോട് പറഞ്ഞു, അറിയാമോ പുള്ളിയെ? ഇല്ല, ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ആളാ, ശാരോല്യ മാസ്റ്റർ. എന്റെ ചായക്കകത്താ മണ്ണ് വൈകിട്ട് നിങ്ങൾക്കറിയാം. ഒരു ചായ, ഒരു ചായ 20 കൊല്ലം മുമ്പ് അന്നൊക്കെ ചായ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അപ്പൊ മറ്റേ പുള്ളി എന്നെ ഇങ്ങനെ സൈഡ് വഴി ഒന്ന് നോക്കി. ഉടനെ പറഞ്ഞു, ചായ
നമ്മൾ പഠിച്ചോണ്ടിരിക്കുക, ബൈബിൾ പഠിക്കുന്ന പുള്ളി പറഞ്ഞു. അപ്പൊ IPC എന്നോട് പറഞ്ഞു, പാസ്റ്റർ സത്യത്തെ സഭയാണ്. ഞാൻ പറഞ്ഞ അസംബ്ലി സുഖമാണ്. അപ്പൊ അമ്മയും അപ്പനൊക്കെ ഫാമിലിയൊക്കെ അവരൊക്കെ ചർച്ച കൂടാൻ പറഞ്ഞു. സ്തോത്രം. പാസ്റ്റർ പേര് ബൈബിൾ കോളേജിലാണ് പഠിക്കാം. അവിടെ അതേ ന്യൂ ഇന്ത്യയിലാന്ന് പറഞ്ഞു. മൊത്തം പറഞ്ഞു. ഞാൻ ഗുരുമാൻപെട്ടിക്ക് അറിയാവുന്ന സംഭവം മുമ്പ് പറഞ്ഞു. അവസാനം അവര് തമ്മിലായി പ്രശ്നം. അവര് പറഞ്ഞു, എന്തായാലും പാസ്റ്റർ ശാലോനാന്ന് എനിക്ക് ഉറപ്പാണ്. ഈ പാസ്റ്റർ ഇങ്ങനെ ഇടമാസം ഉറപ്പാണ്. ഒന്നുമില്ല, എന്നോട് IPC പറഞ്ഞു. ഞാൻ ഇങ്ങനെ കുറച്ചടിങ്ങനെ മാറി അവരൊരു തീരുമാനത്തിൽ എത്തണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അവര് പറഞ്ഞ് ശാലോന, ഇപ്പോൾ ഞാൻ IPC ആണ്. ഉടനെ കഴിയുമ്പോൾ എനിക്ക് തോന്നി പ്രശ്നം കയ്യാങ്കളി വരെ എത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞു, ബ്രദറെ, ദേവദാസന്മാരെ, നിങ്ങൾ ശാന്തമാണ്, ഞാൻ IPC ആണ്. നിങ്ങൾ ആരല്ല എന്നാലാ പറഞ്ഞാലും ഞാൻ IPC ആണ്. ഞാൻ സംശയമില്ല. നമ്മൾ പറഞ്ഞു, അതങ്ങനെ IPC ആണ്, ഭാഷ ശാലോനല്ലേ പഠിക്കുന്നത്. നമ്മൾ അതൊക്കെ അതൊരു കോളേജാണ്, ഞാൻ IPC ആണ്. ഉടനെ പറഞ്ഞു, ആരും പറഞ്ഞ IPC ആണ്. ഞാൻ അവസാനം ശാലോനെ പാട്ട് ചോദിച്ചു, IPCയുടെ കുടുംബം പറഞ്ഞു ഇന്ത്യ ബന്ധകോസ്. പിന്നെ ഞാൻ ആഫ്രിക്കൻ ബന്ധകോസാണ്. ഞാൻ ഇന്ത്യ ബന്ധകോസ് അല്ലേ? ഞാൻ ഇന്ത്യ ബന്ധകോസ് അല്ലെന്ന് പറയാൻ ധൈര്യം ഉണ്ടായാലും ഞാൻ പിന്നെ ആസ്ട്രേലിയ ബന്ധകോസാണോ? ഞാൻ ഇന്ത്യ ബന്ധകോസ് അല്ലേ? അല്ലേ അല്ലേ? IPC അല്ലേ? അയ്യോ, ഞാൻ ഇന്ത്യ ബന്ധകോസാ, ഞാൻ ആഫ്രിക്കൻ ബന്ധകോസ് അല്ല. ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് അഭിമാനിക്കുന്നു. ഞാനൊരു പെന്തക്കോസ് അനുഭവമുള്ള ആണെന്ന് അഭിമാനിക്കുന്നു. ഈ അഭിഷക്തന്മാരുടെ കൊച്ചനുജനാണെന്ന് അഭിമാനിക്കുന്നു. ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ, സഭാഭേദമന്യേ ഒരുമിച്ച് കൃപയോടെ നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. IPC എന്റെ സഭയാ. ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് എന്റെ സഭയാ. ഞാൻ അതിനകത്തെ അംഗമാ. നിങ്ങൾ നല്ലൊരു സ്വന്തം എന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷമല്ല. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ 1000 പേർക്ക് സന്തോഷമല്ല. ഞാൻ എന്തൊരു ഹാപ്പി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ത്യൻ പെന്തക്കോസ് ഞാൻ ജനിച്ച വീടാ. ഞാൻ ഇനി ഇന്ത്യ വിട്ട് ഓസ്ട്രേലിയ, ആഫ്രിക്കയിലോ പോകുന്ന കാലത്ത് ബാക്കി തീരുമാനിക്കാം. ഇവിടെ ജനിച്ച്, ഇവിടെ ജീവിച്ച്, ഇവിടെ മരിക്കുകയാണോ, ഞാൻ ഇന്ത്യൻ പെന്തക്കോസ് തന്നെയാണ്. ഒരല്ലേലും എന്റെ പറഞ്ഞു. നമുക്കിവിടെ സംഘടനയൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മളെല്ലാവരും ഇന്ത്യൻ പെന്തക്കോസാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദേവദാസന്മാരെ, നിങ്ങളുടെ കൊച്ചു സഹോദരൻ, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നത്, ഞാൻ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പരസ്യത്തിന്റെ വാക്ക് തരുന്നു. നിങ്ങളുടെ അഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന ഒരു വാക്കോ ഒരു വചനവിരുദ്ധമോ മരിക്കുന്നവരെ ഞാൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ ബൈബിൾ ഞാൻ പ്രസംഗിക്കത്തില്ല. നിങ്ങൾ എന്റെ പിതാക്കന്മാരാ. ഈ മൈക്ക് എനിക്ക് തന്നത് നിങ്ങളാ. ഞാൻ നിങ്ങളുടെ അഭിമാനം അവിടെ നിൽക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടതിനേക്കാൾ ഞാൻ 1000 പേർക്ക് ദൈവകൃപയില്ല. ഇന്ന് രാത്രി ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മുഴുവൻ വ്യാപരിക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. മറ്റുള്ളവർക്ക് നമുക്ക് കൈമാറാം. ദൈവം തന്നത്, ദൈവം തന്ന കൃപ, ദൈവം തന്ന സ്നേഹം, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്ന പ്രവർത്തനങ്ങൾ, ദൈവം തന്ന നന്മകൾ, ആത്മീയ ഭൗതികവും മറ്റുള്ളവർക്കൂടെ share to others, share to others, share to others. Praise the Lord, praise the Lord, praise the Lord, praise the Lord. ഞാൻ ഇന്നലെ രാവിലെ കുമ്പനാട്ട് പോയിരുന്നു. ബഹുമാനപ്പെട്ട അപ്പച്ചന്റെ അടുത്ത് പോയിരുന്നു. ഞാൻ അപ്പച്ചന്റെ അടുത്ത് മുട്ടുകുത്തി. അപ്പച്ചന്റെ തോളിൽ കൈയിട്ടിട്ട് എന്നോട് പറഞ്ഞു, നീ ഞങ്ങളുടെ മോനാ. ആമേൻ. നാളെ അപ്പച്ചനോട് വരുന്നുണ്ട്, നിങ്ങൾ സംശയം ചോദിച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ട്. ഇത് ദൈവകൃപയില ഞാൻ നിൽക്കുന്നത്. ഞാൻ മാനുഷികമായിട്ടല്ല ഒരു വാക്ക് പറയുന്നത്. ഞാൻ വളരെ പ്രാർത്ഥിച്ചാണ് ഈ വേദിയിൽ വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എന്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരേ ആത്മാവാണ്. അതേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ മുഴുവൻ വ്യാപരിക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. Praise the Lord, praise the Lord, praise the Lord. Hallelujah. ചുവന ശബ്ദക്കൂടാതെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കൂട്ടാളികൾ വന്നു, ഒരുമിച്ച് മരിച്ചവർ പടകിൽ നിറച്ചു.
ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ, സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ. യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ശീമോനും അന്ത്രയോസും പ്രസംഗത്തിന്റെ കൂടെ നിന്നു. ആമേൻ, സ്തോത്രം പറഞ്ഞു. ഒരു ദൂത് പറയാൻ പോവാ. അതുകൊണ്ട് അവർ മീൻ പിടിച്ചപ്പോൾ യേശു അവരുടെ കൂടെ നിന്നു. യേശു പ്രസംഗിച്ചപ്പോൾ അവർ യേശുവിന്റെ വചനത്തിന്റെ കൂടെ നിന്നു. അതുകൊണ്ട് അവർ മീൻ പിടിച്ചപ്പോൾ യേശു അതിന്റെ കൂടെ നിന്നു. യേശുവിന്റെ വചനത്തിന്റെ കൂടെ നീ നിൽക്കാമെങ്കിൽ നിന്റെ സകല നന്മയുടെയും കൂടെ എന്റെ യേശു ഉണ്ടായിരിക്കും. യേശുവിന്റെ വചനത്തിന്റെ കൂടെ നീ നിൽക്കാമെങ്കിൽ അവൻ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കാം. ഫലം എന്റെ കാണാപ്പാടം അറിയാം. മീൻ കയറി, മീൻ മല നിറച്ച് കയറി. നമ്മളെ കാണാൻ പറഞ്ഞത് അവസരം മീനായാലും ഞാൻ പോവാ, വലിച്ചു കയറ്റി എപ്പോഴാന്ന് വെച്ചാൽ കൊണ്ടുവയ്ക്കോ, വില അനുസരിച്ച് കൊടുക്കോ, ബാക്കി പിടിച്ച് വെക്കോ, ഉണക്കോ ഒക്കെ ചെയ്തോ, പോട്ടെ. യേശു പോയില്ല, യേശു പോയില്ല. വല വലിക്കുമ്പോൾ യേശു കൂടെയുണ്ട്. നന്മ തന്നിട്ട് അത് വലിച്ചു കയറ്റുമ്പോൾ കാണണ്ടെന്ന് പറഞ്ഞ യേശുവല്ല. നിന്റെ നന്മ നീ വലിച്ചു കയറ്റുന്നത് കാണാൻ യേശുവിന് ഇഷ്ടമാണ്. നിന്റെ വീടിന്റെ പടകൾ, നിന്റെ ജീവിതത്തിന്റെ പടകുകൾ നിറയുന്ന കാണാൻ അസൂയയില്ലാത്ത യേശുവിന് ഇഷ്ടമാണ്. നിന്റെ പടകുകൾ നിറയുന്ന കാണാൻ, നിന്റെ മക്കൾക്ക് നന്മ വരുന്ന കാണാൻ, നിന്റെ കുടുംബത്തിന് നന്മ വരുന്ന കാണാൻ, നിന്റെ തലമുറയ്ക്ക് നന്മ വരുന്ന കാണാൻ എന്റെ യേശുവിന് ഇഷ്ടമാ. എന്റെ യേശുവിന് ഇഷ്ടമാ. വലിച്ചു കയറ്റുമ്പോൾ കൂട്ടാളികൾക്ക് നീ നന്മ കൊടുക്കുന്ന കാണാൻ എന്റെ യേശുവിന് ഇഷ്ടമാ. എന്റെ യേശുവിന് ഇഷ്ടമാ. എത്ര അനുഗ്രഹമാ, എത്ര അനുഗ്രഹമാ, എത്ര അനുഗ്രഹമാ. ഇന്ന് രാത്രി എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്? എന്റെ നമ്പുരാൻ നിന്റെ നന്മയുടെ കൂടെയുണ്ട്, നിന്റെ നന്മയുടെ കൂടെയുണ്ട്. യേശു നന്മ തന്നാൽ, സ്തോത്രം പറഞ്ഞു, യേശു നന്മ തന്നാൽ ആ നന്മയുടെ കൂടെ യേശു ഉണ്ട്, യേശു ഉണ്ട്, യേശു ഉണ്ട്. ആമേൻ. യേശു ഉള്ള നന്മയും യേശു ഇല്ലാത്ത നന്മയുമുണ്ട്. ഈ നന്മയിൽ യേശു ഉണ്ട്, കൂടെയുണ്ട്. ആമേൻ. ഒരായുസ് മുഴുവൻ കർത്താവിനോട് അധ്വാനിച്ചിട്ട് പിച്ചക്കാരനെ പോലെ ജീവിക്കാനല്ല ദൈവം വിളിച്ചത്. ആമേൻ. നന്മ തരുന്ന ദൈവം. നമ്മൾ ആയുസ് കൊണ്ട് തീരാനല്ല, തലമുറയിൽ നന്മ വലിച്ചെടുക്കുന്നതിന്റെ യേശുവിനെ കാണണം. എന്റെ കർത്താവിന് വേണ്ടി പുസ്തകം ചുമന്ന ദാസനാണെങ്കിൽ നിന്റെ തലമുറയും കൂടി നന്മ വലിക്കുന്നത് കാണാൻ യേശു നിൽക്കുകയാ. നിന്റെ കൂട്ടാളികളിൽ നന്മ വലിക്കുന്ന കാണാൻ യേശു നിൽക്കുകയാ. ഇത് പ്രബലന ദൂതോ, ഇത് പ്രബലന ദൂതോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടും എന്റെ ദൈവത്തിന്റെ ദൂതോ, നിന്റെ മക്കളുടെ മക്കൾ നന്മ അനുഭവിക്കും. ആമേൻ. കണ്ണുനീരോടെ ഇത് ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഏറ്റെടുത്തു, ഇത് വിടുതല. കാണാൻ പോവുക 2011 ദൈവദാസന്മാരെ കണ്ണുകൊണ്ട് കാണാൻ പോവുക. ഒരു പ്രവചന ദൂത് പറയാനാണ് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത്. വളരെ ശക്തമായി പ്രാർത്ഥിച്ചിട്ട് ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ സ്തോത്രം. ഒരുപാട് പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചാൽ ഇവിടെ ഞാൻ എന്ത് പ്രസംഗിക്കുന്നു? എന്റെ തമ്പുരാനോട് പറഞ്ഞു, ഒരു പ്രവചന ദൂത് വരാതെ ഞാൻ നിന്നെ അയക്കില്ല. ഞാൻ പറഞ്ഞു, ജനത്തിന് ആത്മീയ വിശപ്പ് മാറാൻ ഒരു ദൂത് വേണം എനിക്ക്. തമ്പുരാനോട് പറഞ്ഞു, ഇല്ലാതെ തന്നെ ഞാൻ അയക്കില്ല. മോശ പറഞ്ഞ പോലെ അകത്താണ് പറഞ്ഞു, അതല്ല എന്നെ അയക്കില്ലെന്ന് പറഞ്ഞു. രാത്രി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്, മനസ്സോടെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, മനസ്സോടെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ആയുസിൽ കണ്ടിട്ടില്ലാത്ത നന്മയുടെ വല 2011 വലിക്കാൻ പോകുക. ഒരു ആയുസ് മുഴുവൻ തമ്പുരാന്റെ വചനം ചുമന്ന ദൈവദാസന്മാരോട്, ദാസിമാരോട് ഈ രാത്രി ദൂത് പറയുക, നിന്റെ മക്കളെ നന്മ നീ കണ്ടുകൊണ്ട് കാണാൻ പോകുക. ഇത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? ആത്മീയ ഭൗമിക നന്മകളെ കടവറ എന്റെ ദൈവം തുറക്കുകയോ. ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂത. ഈ രാത്രി ഏറ്റെടുക്കാൻ എഴുന്നേറ്റ് നിന്ന് എന്നോടാണ് ദൈവം പറയുന്നത്. ഈ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു പറയാൻ മനസ്സുള്ളവരുണ്ട്. എഴുന്നേറ്റ് സ്ഥാനത്ത് നിന്ന് ആ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു, ആ ദൂത് ഞാൻ
അറിയാതെ കൗശലം ഇത് പരിശുദ്ധമായ ദൂതാകയാണ്. ഇത് ദൈവാത്മാവിന്റെ ദൂതാകയാണ്. ദൈവം സംസാരിക്കുന്നതാകയാണ്. തകർന്ന കുടുംബങ്ങളെ പണിയുന്ന ദൈവം, നിന്റെ കീറിയ മലകളുടെ വിളവുകൾ അടയ്ക്കുന്ന ദൈവം, നന്മയുടെ വിളവുകൾ അടച്ച് നിന്റെ വളയ്ക്കുന്ന ആകുവോളോ പലരുടെ വളർച്ച വീണ്ടെടുത്ത ദൈവം, നിന്റെ കൂട്ടാളികൾക്ക് ആവശ്യമുള്ള വീണ്ടെടുത്ത ദൈവം, നിന്നെ മാനിക്കുന്ന ദൈവം, നിന്നെ ഉയർത്തുന്ന ദൈവം, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, നിന്നെ ഉയർത്തുന്ന ദൈവം. പ്രാർത്ഥനയോടെ ദൈവം സ്വീകരിക്കുക. ജീസസ്. Praise God. Praise God. Hallelujah. ഇത് ദൈവഹിത പ്രകാരമുള്ള നന്മയാണെന്ന് അടുത്ത് പ്രൂവ് ചെയ്യപ്പെടുന്നു. ദൈവഹിത പ്രകാരമുള്ള നന്മയാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുന്നു. പടക നിറച്ച് മീൻ കിട്ടി. കഴിഞ്ഞ രാത്രി അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ ശൂന്യമായ പടകുമായി നിരാശയുടെ നടുത്താത്തിൽ അന്തരാളത്തിൽ വിങ്ങി തിങ്ങിയ വലിയ വേദനയുമായി വല കഴുകിക്കൊണ്ടിരുന്ന വല നന്നാക്കിക്കൊണ്ടിരുന്ന ശിമോന് ഇപ്പോൾ പടക് നിറച്ച് ആയുസിൽ കണ്ടിട്ടില്ലാത്ത വലിപ്പമുള്ള മീൻ, വില കിട്ടുന്ന മീൻ, നല്ല മീനുകൾ തന്റെ പടക് നിറച്ച് വേണമെങ്കിൽ ഉടുമ്പൻചോലയിൽ ഒരു 30 ഏക്കർ മേടിക്കാം, വേണമെങ്കിൽ. ഇനി ആയുസി ഒരു മീൻ പോലും വല കിട്ടിയിട്ടേലും കുഴപ്പമില്ലാത്ത പോലെ ജീവിക്കാനുള്ള ഒരു ക്രമീകരണം വേണേ ഉണ്ടാക്കാം. ആമേൻ. ശീമോൻ വീട്ടിൽ പോയില്ല. ആമേൻ. നന്മ കിട്ടിക്കഴിയുമ്പോൾ യേശുവിനെ മറക്കുന്നതല്ല കൃപ. ഓ ശമനസ് ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നതല്ല കൃപ, കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നതാ കൃപ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് പടക് നിറച്ചു മീൻ കിട്ടിയപ്പോൾ ശിമോൻ യേശുവിന്റെ കാൽക്കലേക്ക് വീണു. ആമേൻ. തിരിച്ചറിവെന്ന് പറയുന്നത് വളരെ പ്രധാനം. നിങ്ങൾ ഓർക്കണം, ശീമോന് യേശുവിന്റെ കൂടെ നല്ല പരിചയമൊന്നുമില്ല. പക്ഷെ ഈ ഒറ്റ സംഭവത്തോടു കൂടി യേശു ആരാണ് ശീമോന് മനസ്സിലായി. സ്തോത്രം. യേശുവിനെ മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് സെക്കുലർ വിദ്യാഭ്യാസം നമുക്ക് ലോകത്തിലധികം വേണമെന്ന് ഇല്ല. ആ വ്യക്തിമായി എന്ന് പറഞ്ഞ മനുഷ്യനെ ആ വഴിയിൽ ഇരുന്ന് കരയായിരുന്നല്ലോ. അപ്പം യേശു അതിലൂടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ മനസ്സിൽ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് നസ്രായനായ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നെങ്കിലും ഇതിൽ വരുമ്പോൾ എരിഹോവിൽ കൂടെ വരുമെന്ന് പ്രതീക്ഷയില്ല. കാരണം എരിഹോവിനെ കുറിച്ചുള്ള ചരിത്രമാണ് കിടക്കുന്നത്. പക്ഷെ യേശു അതിലെ വന്നു. അപ്പൊ ഇയാൾ ചോദിച്ചു, കണ്ണു കാണത്തില്ല, ഇതാരായാലും ഇങ്ങനെ പോകുന്ന, ഇങ്ങനെ ഇതിൽ പോകുന്ന ആരാന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, നസ്രായനായ യേശു. അവര് പറഞ്ഞു കൊടുത്തത് ഇവിടുത്തെ അഡ്രസ്സാ പറഞ്ഞു കൊടുത്തത്. ഈ ആൾക്കാർ പറഞ്ഞു കൊടുത്തത് ഇതാരാ പോണേ, നസ്രായനായ യേശു. നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അയാൾ കാണിച്ചത് നസ്രായനായ യേശു എന്നല്ല, അങ്ങനെ വിളിച്ചത് സ്വർഗത്തിലെ അഡ്രസ്സിലാണ് വിളിച്ചത്. ഇവര് പറഞ്ഞു കൊടുത്ത ഭൂമിയിലെ അഡ്രസ്സാണ്. തിരിച്ചറിയാൻ കൃപയാ വേണ്ടത്, വിദ്യാഭ്യാസമല്ല വേണ്ടത്. അതിലെ പോയ യേശു ആരാണെന്ന് അറിയാൻ ആ വ്യക്തിമായിക്ക് കണ്ണല്ല, കാഴ്ചയല്ല, ഒരു നല്ല ഹൃദയമാ വേണ്ടത്. ഹൃദയം. ദൈവദാസനെ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടത് വിദ്യാഭ്യാസമല്ല, നല്ല കണ്ണും കണ്ണാടിയല്ല വേണ്ടത്, ഹൃദയമാ വേണ്ടത്. ഹൃദയം. ഹൃദയമില്ലാത്തവന് ഓരോരുത്തരെ മനസ്സിലാകുകയാണ്. സ്തോത്രം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങളെ ജീവനാ. അതൊക്കെ അറിയാമോ? ഇവരറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങളെ ജീവനാണ്. നിങ്ങളെ കുറിച്ച് അവർക്ക് എന്തെല്ലാം പറയാണെന്നറിയോ? പക്ഷെ അനുശോചന പ്രസംഗത്തിലേ പറയും. പറയാനിരിക്കാം. രാജു തോമസ് ആരാണ്? ഞാൻ നമ്മൾ തമ്മിലുള്ള സ്നേഹം കറകല മരിക്കുമ്പോൾ പറഞ്ഞതാണ്. ഇപ്പൊ സംസ്കാരത്തെ സൂചി പറയും.
അന്നേരം നിങ്ങൾ കേൾക്കത്തില്ല. സത്യം, നിങ്ങൾ കുറച്ച് ഭൂതറങ്ങുന്നുണ്ട് എനിക്ക്. അത് ഞാൻ ചങ്കത്തെ വെക്കും, റീത്ത് പോലെ. അമേരിക്കക്കാരുടെ പ്രത്യേകത ഒത്തിരി ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം, ആശുപത്രി ചാകാൻ കിടക്കുന്നവനെ കാണാൻ പോയാലും ഒരു കെട്ട് പൂ കൊണ്ട് പോകും. നമ്മൾ പൂ കൊണ്ടുപോകുന്നു ചത്ത് കഴിഞ്ഞ് ചങ്കത്ത് വെക്കാനും കൊണ്ടുപോകും. അതാണ് നമ്മുടെ വ്യത്യാസം. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇവിടെ ചത്ത് കഴിഞ്ഞ് ചങ്കത്ത് വെക്കാനും കൊണ്ടുപോകും. സത്യത്തിൽ ജീവിച്ചിരുന്നപ്പോ ഒരു പൂ കൊടുത്തു അതിന്റെ അമ്മ പറഞ്ഞിരിക്കും. ഞാൻ 6 മാസം കൊണ്ട് ജീവിച്ചിരുന്നു. ഇത് കേട്ടേച്ച് പൂ പിടിച്ചുകൊണ്ട് അവിടെ എവിടെ നടന്നത് അതിനൊക്കെ പറഞ്ഞേക്കുന്നു. അത് വേറെ വിഷയം. അല്ല, വേറെ പൂ പിടിച്ചുകൊണ്ട് നോക്കണം. പൂ പിടിച്ചുകൊണ്ട് അവിടെ എവിടെയൊക്കെ പോയി നടന്നു പ്രശ്നമോ പ്രശ്നം ഉണ്ടാക്കല്ല. ആ പൂവല്ല, ആ വിഷയമല്ല പ്രശ്നം. കാര്യം പറഞ്ഞില്ലെങ്കിൽ അതൊരു കേസാണ്. നമ്മുടെ ആവശ്യത്തിന് ഒന്ന് ജീവിച്ചിരിക്കുമ്പോ ഒരു നന്മ പറയാൻ, ചത്തു കഴിഞ്ഞ് പറയാനല്ല, ജീവിച്ചിരിക്കുമ്പോ ഒരു നന്മ പറയാൻ ഇന്ന് രാത്രി ആഗ്രഹമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്ത് ചിരിച്ചോണ്ടെന്ന് പറ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനെ എനിക്ക് ഇഷ്ടമാണ്. മരിച്ചു കഴിഞ്ഞ് വരാൻ ഒത്തില്ലെങ്കിൽ പോട്ട് പ്രീസലോ. ഇപ്പോഴും പറയുന്ന ദൈവദാസൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ രാജു തോമസിനെ എനിക്ക് ഇഷ്ടമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മരിച്ചു കഴിഞ്ഞ് പോകാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ ഇപ്പോഴേ പറഞ്ഞാല് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. ഒരു ദൈവശാക്തി ആവരിക്കണം. അതിനകത്തൊരു ദൈവശാക്തി ആവരിക്കണം. തിരിച്ചറിയണം, തിരിച്ചറിയണം. കൃപയുള്ളവരെ തിരിച്ചറിയണം. ആമേൻ, 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 ഹല്ലേലൂയ. ഒരു സംഭവത്തിലൂടെ ശിമോൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിന്റെ കാൽക്കൽ വീണു, പറഞ്ഞു, ഞാൻ യോഗ്യനല്ല യേശുവേ, നിന്റെ സാമീപ്യം എനിക്ക് ഭയമോ, ഭയം. ആ പ്രസൻസ് ഉണ്ടല്ലോ, ദൈവത്തിന്റെ പ്രസൻസ് പത്രോസിനെ ഭയപ്പെടുത്തി കളിച്ചു. പറഞ്ഞു, എന്നെ വിട്ടു. പത്രോസ് യേശുവിനോട് എന്നെ വിട്ട് പോകാൻ പറഞ്ഞത് വെറുപ്പുണ്ടായിട്ടല്ല. എന്നെ വിട്ട് പോ, എനിക്ക് ഭയമോ, എനിക്ക് അടുക്കാൻ ഭയമോ. കർത്താവിനെ കുറിച്ചുള്ളതിന്റെ ഉള്ളിലെ ഭയം, ആ ദൈവ സാന്നിധ്യമുണ്ട്. നീ അനുഭവിക്കുന്ന ദൈവിക സന്തോഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ പന്തൽ യേശുവുണ്ട്, ഈ പന്തൽ യേശുവുണ്ട്, ഈ പന്തൽ യേശുവുണ്ട്. യേശുവിന്റെ സാന്നിധ്യം ഈ സ്റ്റേജിൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ തേജസ് ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ ദൈവ തേജസ് ഉണ്ട്. ആ ദൈവ സാക്ഷി ഇവിടെ ഉണ്ട്. Peter thought, I'm a sinner. ഞാനൊരു പാപിയാണ്. ഈ കൺവെൻഷന്റെ 7ാമത്തെ ദിവസം അങ്ങനൊരു മാനസാന്തര പ്രസംഗത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. പക്ഷെങ്കിലും ഇന്ന് രാത്രി ഒറ്റ വാക്ക് പറഞ്ഞാൽ ഭാഗം വിടാം. ഇന്ന് രാത്രി പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിൽ എന്റെ ഉള്ളിൽ ഒരു ദൈവ ഭയം, fear of God എന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് പറ, നിന്നുകൊണ്ട് പറ, എന്റെ പാപം ക്ഷമിക്കണമേ യേശുവേ, എന്റെ പാപം ക്ഷമിക്കണമേ. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്ന രാത്രിയാ. ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന രാത്രിയാ. ഇനി ഒന്നും താമസില്ല. ഇത്രയായപ്പോൾ യേശു പറഞ്ഞു, ഇന്നും മുതൽ നിന്റെ ജോലി മാറും. ആമേൻ. എന്തുകൊണ്ടാണ് പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണത്? ഒറ്റ സെന്റൻസ് പറയാൻ ഉത്തരമേ ഉള്ളൂ. ഇവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാനുള്ള 5 ക്വാളിഫിക്കേഷൻ പറയാൻ എനിക്ക് എളുപ്പമാണ്. ഞാൻ സമയത്ത് നിർത്താം. സ്വതം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ സാമാന്യനെ പഠിപ്പില്ലാത്തവരെന്നാണ് പുസ്തകത്തിൽ വായിച്ചേക്കുന്നത്. ഇന്ന് രാത്രി ഇവരെ മീൻ പിടിക്കുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ കർത്താവ് എന്തുകൊണ്ടാക്കിയത് 5 കാര്യങ്ങൾ. സത്യത്തിൽ ഒരു പാസ്റ്റർ സെമിനാറിൽ പറയണ്ട. എങ്കിലും ഇന്ന് രാത്രി ഇത്ര അഭിഷക്തന്മാരുണ്ടല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നോട് സംസാരിച്ച കാര്യമാണ്. ഈ യേശുവിന്റെ കാൽക്കൽ പത്രോസ് വീഴാനുള്ള കാരണങ്ങൾ ഒത്തിരി ഉണ്ട്. അതിലൊന്ന് മീനിനേക്കാൾ, അമേൻ, പടകിനേക്കാൾ, വലയേക്കാൾ, ഈ പടക് നിറഞ്ഞു കിടക്കുന്ന മീനിന്റെ വ്യത്യസ്തമായ ഭേദാഭേദങ്ങളെക്കാൾ, ഇത് വിറ്റാൽ കിട്ടുന്ന പണത്തെക്കാൾ, വീശിയ അനുഭവത്തെക്കാൾ, കിട്ടിയപ്പോഴുള്ള സന്തോഷത്തെക്കാൾ, വീശാൻ പറഞ്ഞവനോടുള്ള സ്നേഹം. ഞാനൊരു പറഞ്ഞോട്ടെ,
ശക്തന്മാരെന്ന് അദ്ദേഹത്തെ പോകും. ഈ പടകുമായി ഈ പുള്ളി വീട്ടിൽ പോയാൽ, ശ്രദ്ധിച്ചേക്കണം, ആ പടകിലെ മീനും കൊണ്ട് പത്രോസ് വീട്ടിൽ പോയാൽ ആ ഒറ്റ പടക് മീൻ കൊണ്ട് ഈ ബന്ധം തീരും. അമേൻ. അത് പിടിയിട്ടില്ല. ആ ഒരു പടക് മീനും കൊണ്ട് പീറ്റർ വീട്ടിൽ പോയാൽ ഇത്ര മീൻ കൊണ്ട് ഈ പ്രശ്നം, ഈ ബന്ധം തീരും. പക്ഷെ യേശുവിനെ കൊണ്ട് വീട്ടിൽ പോയാൽ ഇതുപോലെ ആയിരക്കണക്കിന് പടക് മീനുകൾ ഇനി കിട്ടുമെന്നവനറിയാം. അവനാമെടുക്കൻ, അവനാമെടുക്കൻ, അവനാമെടുക്കൻ. ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഈ ഒരു പടക് മീൻ കൊണ്ട് ഈ ബന്ധം അവസാനിപ്പിക്കാനല്ല പരിപാടി. ഇനിയോ ആയിരം 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 പടക് നിറച്ച് മീൻ തരുവാൻ ശാക്തനായ ഒരുവനുമായുള്ള ആ ബന്ധമാണ് വരുന്നത്. ഒരു പടക് മീൻ തരാം, വീട്ടിൽ പോന്നോ? ഒരൊറ്റ പടക് മീൻ തരാം, വീട്ടിൽ പോന്നോ? സ്തോത്രം, സ്തോത്രം. പണ്ടൊരു ഉദാഹരണം ദേവദാസന്മാർക്കറിയാം, പഴയതാ. അമേൻ. രാജകൊട്ടാരത്തിനകത്ത് കയറി രാജാവിന്റെ കൊട്ടാരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രജകളോട് രാജാവ് പറഞ്ഞു, നിങ്ങൾ കൊട്ടാരം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നതിനെ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. എന്താ ഇത്? സ്വർണം കൊണ്ടുള്ള മേശ, സ്വർണം കൊണ്ടുള്ള കസേര, സ്വർണം കൊണ്ടുള്ള പ്ലേറ്റ്. രാജാവ് പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഇതൊക്കെ തൊടാൻ പോലും പറ്റുകയല്ല. ഒന്ന് തൊട്ടേ. രാജാവ് ഒരാളോട് ഒന്ന് തൊട്ടേ. അവനൊരു സ്വർണ്ണ പാത്രത്തെ തൊട്ടു. ഇവിടെ എടുത്തോ എടുത്തോ എന്ന് പറയുമ്പോൾ അവൻ വേറെണ്ണം തുടങ്ങും. തൊട്ട് പോരുന്നു. ഒരെണ്ണത്തിലെ തൊടാവും. തൊടുന്ന എടുത്തോളാൻ പറഞ്ഞു. ആലോചിച്ച് തൊടുന്നതായിരുന്നു. ഇപ്പോഴും കാണാൻ പറഞ്ഞ സ്വോത്രാഴ്ചയുടെ ബക്കറ്റിൽ എപ്പോ തൊട്ടു ചോദിച്ചാൽ. ആമേൻ. അപ്പോൾ കേട്ട വാലി ഒരുത്തക്കാർ കട്ടിലെ തൊട്ടു. രാജാവിന്റെ കട്ടിൽ അവന് സ്വന്തം. ഒരുത്തക്കാർ ഊഞ്ഞാലെ തൊട്ടു. ഊഞ്ഞാൽ അവന് സ്വന്തം. ഒരുത്തക്കാര് മേശ തൊട്ടു. മേശ അവന് സ്വന്തം. ഒരുത്തക്കാര് കസാര തൊട്ടു. കസാര അവന് സ്വന്തം. ഒരു 12 വയസ്സുള്ള ഒരു ബാലിക. അവൾ തൊടാൻ ചെല്ലുന്നിടത്തെല്ലാം അതിനേക്കാൾ വലിയ ആൾക്കാർ ഇങ്ങനെ തൊടും. അവളിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നിൽക്കുമ്പോൾ രാജാവ് അവളെ നോക്കി ചിരിച്ചു. അവൾ ഓടിച്ചെന്ന് രാജാവിനെ തൊട്ടു. രാജാവ് അവൾക്ക് സ്വന്തം. ദൈവത്തെ സ്തുതിക്കാൻ. രാജാവ് അവൾക്ക് സ്വന്തം. രാജാവ് അവൾക്ക് സ്വന്തം. ഈ രാത്രി നീ പടകിനെ തൊടണ്ട, മീനെ തൊടണ്ട, വലയെ തൊടണ്ട, ആരെ തൊടണ്ട, യേശുവിനെ തൊട. യേശു നിനക്ക് സ്വന്തം. ഞാൻ യേശുവിനെ അറിഞ്ഞത്, ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത് ഒരു പടക് മീനിന് വേണ്ടിയല്ല, ഒരായുസ് മുഴുവൻ വേണ്ടി വന്നാൽ അമേൻ അല്ല, അങ്ങനെ തന്നെ നിത്യത വരെ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ മനുഷ്യരെ പിടിക്കുന്നവരാണ്. യേശുവിന് മനസ്സിലായി ഇവരെ കൊള്ളാം. ഇവരെ IAS IPS IFS ഒന്നുമില്ല, ഇവരെ ആക്കി. പല ആൾക്കാരും പറയാറുണ്ട് യേശു മുക്കോമാരെ ആക്കി. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാ. ഒന്ന് എഴുതിയെടുക്കാമോ യേശു എന്തുകൊണ്ട് അവരെ ആക്കിയെന്ന്? നമ്പർ 1, മീൻ പിടിക്കുന്നവനെ കുറിച്ച് യേശു പഠിച്ച ഒരു കാര്യം, ഇവരെ പോലെ പേടിയില്ലാത്ത ഒരു കൂട്ടർ ഈ ലോകത്തിലില്ല. കടലിനെ പേടിയില്ല, തിമിംഗലത്തെ പേടിയില്ല, കാറ്റിനെ പേടിയില്ല, കാർമേഘത്തെ പേടിയില്ല, കൊടുങ്കാറ്റിനെ പേടിയില്ല, തിരമാലയെ പേടിയില്ല. അലറി വരുന്ന കടലിന്റെ നേരെ പടകമായി ഇറങ്ങിച്ചെന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി മരണത്തെ പോലും മുഖമാവുകാമെ കാണുമ്പോഴും ഭയമില്ലാതെ നീങ്ങുന്ന ഇവരാണ് സുവിശേഷ വേലയ്ക്ക് കൊള്ളാം. അതുകൊണ്ട് ഇവരെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാണ്. പിന്നെ ആൾക്കാരെല്ലാം പറയുന്നത് ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന്, ഇവർ എന്തില്ലെന്ന്. സ്നേഹിത, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി മൈസൂർ യൂണിവേഴ്സിറ്റി ഒന്നുമല്ല. ചില പറഞ്ഞ അണ്ണാമല യൂണിവേഴ്സിറ്റിയാണ്. കാമരാജ് യൂണിവേഴ്സിറ്റി, അണ്ണാമല യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി, ഭോപ്പാലിപുറ യൂണിവേഴ്സിറ്റി ഉണ്ട്. 5000 രൂപ കൊടുത്താൽ എല്ലാം കിട്ടുന്നത്. ഇതൊന്നുമല്ല യൂണിവേഴ്സിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തു വന്ന യൂണിവേഴ്സിറ്റിയിൽ 3.5 കൊല്ലം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തവരാണ് മുക്കോമാർ. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലായി? യേശുക്രിസ്തുവിന്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ വിളിക്കുമ്പോൾ അവർ പഠിത്തം ആരംഭിച്ചില്ലെങ്കിലും അവർ ചേർന്നത് യേശുവിന്റെ യൂണിവേഴ്സിറ്റിയിലാ. ഹല്ലേലൂയ. ഞാൻ ഇന്നു മുതൽ നിങ്ങളെ
പിടിക്കുന്നവരാക്കുമെന്ന് യേശു പറയുമ്പോൾ യേശു അവരെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ കൂടെയാ പോയെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നില്ല, എനിക്ക് സമയം വരുന്നത് വേഗം വേഗം. നമ്പർ 3, മൂന്നാമത്തെ ഗുണം. ഒത്തിരി ഉണ്ട്. മൂന്നാമത്തെ ഗുണം, നിങ്ങൾക്ക് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അമേൻ ISRയുടെ അടുത്ത് തുമ്പ കടൽ തീരത്തായിരുന്നു എന്റെ മീറ്റിംഗ്. അമേൻ ഞാൻ അവിടെ പോയി മീൻ പിടിക്കുന്നവരെ രാവിലെ കണ്ടു, എല്ലാം നോക്കിന്ന് കണ്ട മൊത്തം കുറിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ ഞാൻ അവിടെ ചോദിച്ചറിഞ്ഞ കാര്യമാണ്. ഈ മീൻ പിടിക്കുന്നവരുടെ ഇടയിൽ പോയിരുന്നുണ്ട് കടലമ്മ കള്ളി എന്ന ഒച്ചത്തിൽ പറഞ്ഞിട്ട് പോരാവും. തല്ലുകൊള്ളുന്നല്ല, തോടക്കടിക്കും, തോടക്കടിക്കും. കാരണം അവർക്ക് നന്മ കൊടുക്കുന്ന ഒരാളെ അധിക്ഷേപിക്കാൻ അവർ സമ്മതിക്കില്ല. അമേൻ, അമേൻ. എത്ര പേർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി? അമേൻ. ദൈവം നന്മ കൊടുത്താൽ ദൈവത്തോട് നന്ദി കാണുമെന്ന് ദൈവം അതീന്ന് മനസ്സിലാക്കി കൊടുക്കുന്നവരോട് നന്ദിയുള്ള ഗ്രൂപ്പാണ്. നന്മ കൊടുക്കുന്ന കടലിനെ ഒരാളും അധിക്ഷേപിക്കാൻ സമ്മതിക്കാത്ത മുക്കുവന്റെ അടിസ്ഥാനപരമായ സ്വഭാവം യേശു ആത്മാവിൽ കണ്ടതെങ്ങനെ? സ്വർഗം ഇവരെ അനുഗ്രഹിച്ചാൽ ആ ദൈവത്തോടും ദൈവരാജ്യത്തോടും സുവിശേഷ വേലയോടും ഇവർ കൂറുള്ളവരായിരിക്കും, ഇവർ നന്ദിയുള്ളവരായിരിക്കുമെന്ന് സ്വർഗം കണ്ടതിനാൽ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord. തീർന്നില്ല. ഇനിയത്തെ ഒരു സ്വഭാവം അവിടെ എഴുതിയിട്ടുണ്ട്, ആ പുസ്തകത്തിലുണ്ട്. അവർ വല മീൻ കിട്ടാത്തപ്പോഴും വല നന്നാക്കുകയും ചെയ്യും, കഴുകുകയും ചെയ്യും. ആമേൻ, സ്തോത്രം. അടുക്കളയിൽ ആഹാരം ഒന്നും ഉണ്ടാക്കിയില്ലേ തേച്ചു മടക്കുന്ന ആരവിടെ? ആഹാരം ഉണ്ടാക്കിയാലേ തേച്ചു മടക്കില്ല. പിന്നെയാ ആഹാരം ഉണ്ടാക്കാതെ തേച്ചു മടക്കുന്ന ആരവിടെ? സ്തോത്രം. മീനൊന്നും കിട്ടാതിരിക്കുമ്പോഴും നാളെ പിടിക്കാമെന്നുള്ള വിശ്വാസത്താൽ സ്തോത്രം പറഞ്ഞു രാത്രി യേശുവിൽ കണ്ട ആ വലിയ കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മീൻ കിട്ടാത്ത സമയത്തും നാളെ കിട്ടും, നാളെ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയില്ല വല കഴുകുന്ന അതിന്റെ കണ്ണികൾ, പൊട്ടിപ്പോയ കണ്ണികൾ. ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചില കണ്ണിയൊക്കെ പൊട്ടിയിട്ട് എത്ര കൊല്ലമായിരുന്നു. ചില കണ്ണിയൊക്കെ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള കണ്ണിയൊക്കെ പൊട്ടിയിട്ട് 7.5 കൊല്ലമായി. ഇപ്പോഴും വലയുണ്ട്, കണ്ണിയൊന്നുമില്ല. ചില വലയില് വക്കിലെ മണി മാത്രമേ ഉള്ളൂ, ഇടയ്ക്കുള്ള നൂലൊന്നുമില്ല. മൊത്തം കുട്ടി കുറെ മണി മാത്രം. അല്ലേ? ഓരോന്ന് പൊട്ടുമ്പോ അമേൻ. ഞാൻ ഇന്ന് രാത്രി കാര്യങ്ങളോട് പറയാം. ഈ വസ്ത്രം ഒരിക്കലും കീറുന്നില്ല. മുമ്പ് എപ്പോഴെങ്കിലും 10 വർഷത്തിലേക്ക് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാത്തവർക്ക് വേണ്ടി, വസ്ത്രം ഒരിക്കലും കീറുന്നില്ല. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. വസ്ത്രം ഒരിക്കലും, തുണി ഒരിക്കലും കീറുന്നില്ല, നൂല് പൊട്ടുന്നതേ ഉള്ളൂ. ചിന്തിച്ച് നോക്കുന്നത്. തുണി ഒരിക്കലും കീറുന്നില്ല, നൂലുകൾ പൊട്ടുന്നതേ ഉള്ളൂ. പല നൂലുകൾ ഒരുമിച്ച് പൊട്ടുമ്പോഴാണ് ആണ്ട കീറി എന്ന് പറയുന്നത്. മനസ്സിലായോ? കീറുന്നില്ല, നൂലുകൾ പൊട്ടുകയാ. ഓരോ കണ്ണി പൊട്ടുമ്പോഴും കെട്ടാമെങ്കിൽ വല എന്നും കാണും. മനസ്സിലായവർക്കായി സ്തോത്രം. വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളുടെ ബന്ധം, മക്കളുമായുള്ള ബന്ധം, മരുമക്കളുമായുള്ള ബന്ധം, അയൽമക്കളുമായുള്ള ബന്ധം, ആത്മീയ ബന്ധം, സാമൂഹ്യ ബന്ധം, ഇന്ന് രാത്രി പൊട്ടിപ്പോയ കണ്ണികളെ കൂട്ടിക്കെട്ടി സൂക്ഷിക്കുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഒരു ഓർമ്മയിലേക്ക് തിരിച്ചു വാ, മടങ്ങി വാ. ദൈവമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. പൊട്ടിപ്പോയ കണ്ണികളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഞങ്ങളൊന്ന് മടങ്ങി വരട്ടെ. ദൈവസ്നേഹത്തിന്റെ കണ്ണികൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മീൻ പിടിക്കുന്നവനെ കുറിച്ച് കർത്താവിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത, മീൻ പിടിക്കുന്നവൻ എപ്പോഴും കടൽ തീരത്തായി. ആമേൻ. മീൻ പിടിക്കുന്നവൻ എപ്പോഴും കടൽ തീരത്തായിരിക്കും. ഹല്ലേലൂയ. അവന്റെ കണ്ണെപ്പോഴും ആകാശത്തായിരിക്കും. എന്താണെന്നല്ലോ, ചെമ്മാനമുണ്ടോ, കാർമേഘമുണ്ടോ, കോളുണ്ടോ, ചാകര കിട്ടുമോ, വല്ല മനസ്സിലാകുന്നുണ്ടോ? ചൂണ്ടയിട്ടിരിക്കുന്നവന്റെ കണ്ണ് എത്ര കായ്ഫലമുള്ള തെങ്ങുണ്ടെങ്കിലും തെങ്ങേലോട്ട് പോകരുത്, വെള്ളത്തിൽ കിടക്കുന്ന പൊങ്ങയിലോട്ട് പോകണം. മനസ്സിലാകുന്നുണ്ടോ?
കായ്ഫലമുള്ള തെങ്ങയിലോട്ട് കണ്ണു നോക്കിയിരുന്നാൽ പൊങ്ങ് വലിയുമ്പോൾ അറിയത്തില്ല, വലിക്കാൻ പറ്റുകയില്ല. തെങ്ങ് അവിടെ നിൽക്കട്ടെ, നോട്ടം പൊങ്ങലായിരിക്കണം. പൊങ്ങ് അനങ്ങ് പുറത്തോളം നീ കടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തമ്പുരാനറിയാം, മുക്കുവന്റെ കണ്ണ എപ്പോഴും ആകാശത്താ. അവന്റെ ലക്ഷ്യം ചാകര വരുന്നുണ്ടോ, മീൻ കിട്ടാൻ സാധ്യതയുണ്ടോ, ചെമ്മാനമുണ്ടോ, മഴക്കോളുണ്ടോ, പിടുത്തം നടക്കുമോ? സുവിശേഷ വേലയിൽ കാളക്കച്ചവടവും. പൊങ്കുന്നത്തിന് പോകുന്ന വഴിക്ക് എലിക്കുളത്ത് ചെന്നപ്പോ അവൻ എഴുതി വെച്ചിരിക്കുന്നു, ധ്യാനയോഗവും കരിമരുന്ന് പ്രയോഗവും. കണ്ടോ, ഫ്ലക്സിനെ കണ്ടാണ് ധ്യാനയോഗവും കരിമരുന്ന് പ്രയോഗം. എന്നിട്ട് ആദ്യത്തെ പ്രയോഗം ഏറ്റില്ലെങ്കിൽ രണ്ടാമത്തെ പ്രയോഗം എടുക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. വചനധ്യാനവും മിമിക്സ് പരേഡും. ഒന്നാമത്തെ പരേഡ് ഒത്തില്ലെങ്കിൽ രണ്ടാമത്തെ പരേഡ് നിൽക്കണം. ഇത് രാത്രി ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, വചനം, 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 വചനം. ഇത് വിട്ടൊന്നുമില്ല. പാടിയാലും വചനം, പ്രസംഗിച്ചാലും വചനം, ആരാധിച്ചാലും വചനം, കൊടുത്താലും വചനം, എന്ത് ചെയ്താലും വചനം. ഇത് വിട്ടൊന്നുമില്ല. വചനത്തിൽ നിൽക്കുന്നവർക്കായി, വചനം പ്രസംഗിക്കുന്നവർക്കായി, വചനത്തിന് വേണ്ടി നിൽക്കുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം. അതിനിടയ്ക്ക് വണ്ടിക്കച്ചവടം, കാളക്കച്ചവടം, കല്യാണ ബ്രോക്കർ പരിപാടി ഇല്ല. ദൈവദാസന്മാര് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ഈയിടെ ഞാൻ എല്ലാവരോടും പറയും, ഈ സ്കൂൾ വരുമ്പോൾ സൂക്ഷിച്ചോണം. എനിക്ക് ഒരുപാട് ആമേൻ. എന്റെ വൈഫ് മീൻ വെട്ടാൻ പോലും സമയം കിട്ടുകയില്ല. കയ്യിലോട്ട് എടുത്ത് പിടിക്കുമ്പോൾ ഫോൺ വരും. കൈ കഴുകി ചെന്ന് ഫോൺ എടുക്കും, താത്തു വെക്കുമ്പോഴത്തേക്ക് അടുത്ത് വന്നിരിക്കും. ഫോൺ എടുക്കുമ്പോൾ ഹലോ എന്ന് വെക്കുമ്പോൾ മിണ്ടാതിരിക്കും. വളരെ സൂക്ഷിച്ചോണം. ഫോണൊക്കെ അങ്ങനെ വരികയാണ്, എടുക്കല്ല. എന്താ പറയോ, ഈ വിളിച്ച പുള്ളി എപ്പോഴാണ് ആത്മഹത്യ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. വേറെ പണിയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ദൈവം നോക്കാന, പോലീസുകാർ നോക്കുന്നത് അവസാനമായി ഇവൻ ആരെയാ വിളിച്ചത്. ചിലർക്ക് ഞെട്ടിയല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ട് ഞെട്ടിയല്ലേ. ഇത് ദൈവമേ, എനിക്കിനി മൊബൈലേ വേണ്ടെന്ന് തീരുമാനിച്ചവരുണ്ട് ഇവിടെ. എന്തും പറഞ്ഞു ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ വിളിച്ച നമ്പർ സൈപ്രസിൽ നോക്കും. അവസാനം വിളിച്ചതാരാണ്? അവസാനം വിളിച്ചത് നിന്റെ ആരെയാണ്? പൊക്കി. നിന്നെ എന്തിനാ വിളിച്ചത്? നിന്നെ വിളിക്കുക. നിന്നെ ജാഗ്രത ഒരുമിച്ചാണ്. വളരെ അങ്ങനെ ചാകാണ്ടിരിക്കും. നമ്മുടെ തലയിൽ കൂടാണോ നിങ്ങളെ ഞാൻ പറയാണ്. അതുപോലെ അങ്ങ് സുവിശേഷ ഫലക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. സ്തോത്രം, പ്രീസ് ദി ലോർഡ്. അതുകൊണ്ട് വല്ല മിസ്കോളും വരികയാണെങ്കിൽ ഹല്ലേലൂയ, ആ സെക്കൻഡിൽ തന്നെ അത് നോട്ട് ചെയ്തോണം. സ്തോത്രം, അത് അറിയിക്കേണ്ടത് അറിയിച്ചോണം, രക്ഷപ്പെട്ടോണം. പ്രീസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രീസ് ദി ലോർഡ്, പ്രീസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ വെറുതെ ഒരു തമാശന് പറഞ്ഞതല്ല. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാ. കർത്താവിന് വേണ്ടി വിശ്വസ്തോടെ നിൽക്കുന്നവർക്ക് ശക്തമായ പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റുണ്ട്. അതിന്റെ മധ്യത്തില് യേശു നിന്നെ സൂക്ഷിക്കും. നീ ദൈവവചനം വിട്ടു പോകരുത്, വിശ്വസ്തത വിട്ടു പോകരുത്, വിശുദ്ധി വിട്ടു പോകരുത്, ദൈവകൃപ വിട്ടു പോകരുത്, തമ്പുരാന്റെ വചനം വിട്ടു പോകരുത്. തമ്പുരാൻ നിന്നെ നോക്കിക്കൊണ്ട് സ്തോത്രം. കാര്യങ്ങൾ പറഞ്ഞു നിർത്താം, സമയമത്രയുള്ളൂ. പത്രോസ് മീൻപിടുത്തക്കാരനാണ്. പത്രോസിനൊരു കാര്യം അറിയില്ല. പത്രോസിന് മനുഷ്യനെ പിടിക്കുന്ന കാര്യത്തെ കുറിച്ച് കേട്ടു. പത്രോസിന് ചൂണ്ടയറിയാം, നൂലറിയാം, കമ്പറിയാം, എല്ലാം അറിയാം. പ്രീസ് ദി ലോർഡ്. പക്ഷേ മനുഷ്യനെ പിടിക്കുന്ന, മീനിനെ പിടിക്കുന്നതിന് പുഴുവിനെയൊക്കെ കുത്തിയാണ് ഇടുന്നത്. അപ്പോൾ മനുഷ്യനെ പിടിക്കുന്നത് മീൻ പിടിക്കുന്ന പോലെയാണെങ്കിൽ ഇര ഏതാണ്? അതെ, പലർക്കും ആ മർമ്മം പിടികിട്ടാത്തതുകൊണ്ട് തയ്യൽ മെഷീനെ താറാമുട്ടൊക്കെ കുരുത്താണ് ഇപ്പൊ ഇടുന്നത്. അതുകൊണ്ട് കടി, ഇങ്ങനെ മീനിന്റെ കടി വളരെ കുറവാണ്. കാരണം തയ്യൽ മെഷീനിലൊക്കെ കഴിച്ചാൽ എണ്ണ കിട്ടാനാണ് വിശ്വം. അല്ലെങ്കിൽ താറാമുട്ട, തയ്യൽ മെഷീൻ. സ്തോത്രം. ഞാൻ പീരുമേട്ടിലാണ് ജനിച്ചു വളർന്നേ. അന്ന് അവിടെയൊക്കെ ചില സഭക്കാർ തുണി കൊടുക്കുമായിരുന്നു. തുണി. ഞാനും പോയി തുണി മേടിക്കാൻ. എനിക്കൊരു മദാമ്മയുടെ പാവാടയാണ് കിട്ടിയത്. അത് ഞങ്ങൾ വെട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ 4 പെങ്ങന്മാര് പെറ്റിക്കോട്ട് തയ്ച്ചു. അപ്പൊ എന്നാ മദാമ്മയാണെന്നും എന്നാ പാവാടയാണെന്നും നിങ്ങൾ ഓർക്കുന്നു. 4 പെങ്ങന്മാർക്ക് പെറ്റിക്കോട്ട് തയ്ക്കാനുണ്ടായിരുന്നു. ഒറ്റ പാവാട.
പക്ഷേ ഞങ്ങൾ മീൻ അതിനകത്ത് കയറിയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ഇട്ടിട്ട് കിട്ടിയില്ല, മീൻ കിട്ടിയില്ല. തയ്യൽ മെഷീനും താറാമുട്ടെ പാവാട ഒന്ന് വിട്ടാൽ ഇപ്പൊ മീൻ കടിക്കത്തില്ല. മീൻ എന്നൊക്കെ എല്ലാം അറിയാം, മീൻ അറിയാം. ചിലർക്ക് ചെറിയ വീട് വെച്ച് കൊടുത്തിട്ട് പോലും കിട്ടുന്നില്ല. വീട് വെച്ച് കൊടുത്തിട്ട് പോലും കിട്ടുന്നില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് അതൊക്കെ നല്ലതാണ്. കർത്താവിന്റെ വേലയ്ക്ക് നാമമഹത്വത്തിന് വേണ്ടി ദൈവം തരുന്ന നന്മ കൊണ്ട് ചാരിറ്റബിൾ വർക്കുകൾ എന്തെല്ലാം ചെയ്യാമോ. അമേൻ. എനിക്ക് ഒരു അഭിപ്രായം കൂടെ ചേർത്ത് പറയാനുണ്ട്. അത് ഈ പെന്തക്കോസ്തുകാർക്ക് മാത്രം കൊടുക്കുന്ന പരിപാടി നിർത്തി എല്ലാവർക്കും കൊടുക്കണം ഞാൻ പറയുന്നത്. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രം കൊടുത്ത് നമ്മുടെ ഇടയിൽ മാത്രം നിർത്താതെ നമ്മൾ സാമൂഹ്യ പ്രവർത്തകരാണെന്നും നമ്മളിങ്ങനെ ചെയ്യുന്നവരാണെന്ന് അറിയാൻ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് കൊടുക്കാവുന്നത്തോളം പേർക്ക് കൊടുക്കണം. പക്ഷേ ചൂണ്ടയിൽ കൊടുത്തിടേണ്ട എര തയ്യൽ മിഷൻ അല്ല. അമേൻ. ലോകത്തെ മുഴുവൻ സുവിശേഷീകരിക്കാൻ കാൽവറിയിൽ ഒരു ചൂണ്ടയിട്ടു. അമേൻ. ആ റോമൻ സാമ്രാജ്യത്തിന്റെ പടയാളികൾ ഇട്ട മുള്ളിൽ കുരുത്തു കിടന്നത് തയ്യൽ മിഷനല്ല, എന്റെ പ്രാണനാഥന. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂത് മനസ്സിലായി? എത്ര പേർക്ക് ദൂത് മനസ്സിലായി? അതിൽ കൊരുത്തു കിടന്നത് ഹല്ലേലൂയ ഈ ലോകത്തില് ഏതെങ്കിലും വസ്തുവല്ല, പകരം എന്റെ പ്രാണനാഥൻ ആ മുള്ളിന്മേൽ കൊരുത്തു കിടന്നപ്പോൾ എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. പക്ഷേ ഏറെയായിട്ട് ഉള്ളിൽ കോർത്ത് കിടക്കാൻ സ്വയം ആരും തയ്യാറാകും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. ചത്തു എങ്കിലോ വിളവധികമാകും. സ്വയം ആ മുള്ളിന്മേലൊന്ന് കൊരുത്ത് കിടക്കാൻ ഞാൻ തയ്യാറാണ്. പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ ഏത് വന്നാലും എന്റെ തമ്പുരാന് വേണ്ടി ആ സുവിശേഷത്തിന്റെ മുള്ളിന്മേൽ കർത്താവേ എന്നെ തന്നെ കോർത്തിടുവാൻ സുവിശേഷത്തിൽ കൂടി ആയിരങ്ങളെ നേടുവാൻ ആ ചൂണ്ടയുടെ മുള്ളിന്മേൽ എന്നെ തന്നെ കോർത്ത് ഈ ലോകമാകുന്ന സമുദ്രത്തിലേക്ക് വലിച്ചെറിയുവാൻ ഞാൻ അതിന് സമ്മതിക്കുന്നുവെന്ന് പറഞ്ഞു ഈ രാത്രി ആരേൽപ്പിച്ചു കൊടുക്കും. ഈ നൂറ്റാണ്ടിൽ എന്റെ ദൈവം അവരെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ദയവായിട്ട് ഈ സമയത്ത് ആരും പോകരുത്. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമാകുമെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തമായ ദൈവത്തെ സ്തുതിക്കുക. 3 കാര്യങ്ങൾ ചോദിച്ചിട്ട് പ്രാർത്ഥിച്ച് നിർത്താം. നമ്പർ 1, ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ ജീവിതം പടയിൽ എന്റെ പ്രാണനാഥന്റെ 2 കാലുകൾ വെക്കാൻ ആ പലകയിൽ ഞാൻ ഇടം കൊടുക്കാം. എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുവാൻ ഈ രാത്രി ആർക്ക് മനസ്സുണ്ട് അവർ ആദ്യമായി തങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എന്റെ ജീവിത പടകിന്റെ പലകയിൽ എന്റെ അരിമനാഥന്റെ 2 കാലുകൾ വെക്കാൻ ഞാൻ ഈ രാത്രി സ്ഥലം കൊടുക്കാം. യേശുവേ, യേശുവേ, എന്നെ ഉപയോഗിക്കണമേ. കർത്താവേ, കരങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ താഴ്ത്തില്ല. 2, യേശു പറഞ്ഞിട്ടാണ് വീശിയത്. എന്റെ പേര് പറഞ്ഞാണ് വീശാൻ പറഞ്ഞത്. ആ നന്മ എന്റെ മാത്രമാണ്. ഇവിടെ വീശാൻ എന്നോടാണ് പറഞ്ഞത്. എന്റെ പടകിൽ നിന്നാണ് പറഞ്ഞത്. അത് എനിക്ക് മാത്രം അവകാശപ്പെട്ട നന്മയാണെന്ന് അറിയാമായിരുന്നിട്ടും നന്മ കിട്ടിയപ്പോൾ കൂട്ടുകാരെ കൂടെ വിളിച്ച ആ മനോഭാവം, ഷെയറിംഗ് the good to others, sharing the blessings to others, ദൈവം തരുന്ന നന്മ മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കാൻ ഇന്ന് രാത്രി ഞാൻ തീരുമാനിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ തീരുമാനിക്കുന്നത് കരമരുന്ന് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയുള്ള കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട് God bless you. ആ കരങ്ങളെ, ആ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാം.
അന്ത്യകാലമായത്. സുവിശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ നിറഞ്ഞ് പാകപ്പെടേണ്ട സമയമാണ്. ഈ ലോകമാകുന്ന സമുദ്രത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം മനുഷ്യരെ പിടിക്കുവാൻ ആ കൂർത്ത സൂചി പോലുള്ള ചൂണ്ടയിൽ എന്നെ ഞാൻ സ്വയം കൊളുത്തിയിടാൻ തയ്യാറാ. ഈശോ മശിഹായെ എന്നെ ഉപയോഗിക്കണമേ. അത് കാൽവരിയിൽ കൊളുത്തപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് അങ്ങയുടെ മകനാകാൻ മകളാകാൻ ഭാഗ്യം ലഭിച്ചത്. എനിക്കൊരു അവസരം ദൈവം തരുന്നു. സുവിശേഷ വേലയിലാണ് ഞാനൊരു പാസ്റ്ററാണ്. ഞാനൊരു പാസ്റ്ററുടെ ഭാര്യയാണ്, പാസ്റ്ററുടെ മകളാണ്. എനിക്ക് സുവിശേഷ വേലയുമായി ബന്ധമുണ്ട്. ഞാനൊരു ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയാണ്. I would like to die for Christ. Amen. I will become a effective witness for Jesus Christ till death. മരണം വരെ എന്നെ തന്നെ പൂർണ്ണമായി. That's a voluntary sacrificial commitment. അതിനുവേണ്ടി തീരുമാനമെടുക്കുന്നവർ മാത്രം കരമുയർത്തി പിടിച്ചാലേ. പരിശുദ്ധാത്മാവിന്റെ രാത്രി തൊടട്ടെ, ജീവിതങ്ങളെ സ്പർശിക്കട്ടെ. ഇതൊരു പുതിയ രാത്രിയാണ്. ഇതൊരു അനുഗ്രഹത്തിന്റെ രാത്രിയാ. ഇതൊരു നന്മയുടെ രാത്രിയാ. ഇതൊരു വിടുതലിന്റെ രാത്രിയാ. അനേക കരങ്ങളെ ദൈവം തൊടുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കരങ്ങൾ താഴ്ത്തുക. ഈ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവർക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരമുയർത്തി എല്ലാവരും കരമുയർവാശം ഉയർത്തിപ്പിടിക്കാം. എല്ലാ ദൈവദാസന്മാരും ജനത്തിന്റെ നേരെ കരങ്ങൾ നീട്ടുക കൂടെ ചെയ്ത് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനാൽ സ്തോത്രം. പ്രവചന ദൂതിൽ ദൈവം ജനത്തോട് സംസാരിച്ചു കൊണ്ടതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കാലുകൾ ആ പടകിൽ കർത്താവേ നല്ല ജീവിതകാലം മുഴുവൻ വെച്ച് ഞങ്ങൾ മാത്രം യാത്ര ചെയ്യാനല്ല, യേശുവേ അങ്ങയുടെ പുണ്യപാദങ്ങൾ ആ പടകിൽ ഒന്ന് ചവിട്ടി ഞങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ, ഞങ്ങൾക്ക് കിട്ടുന്ന നന്മ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഈ സുവിശേഷ വഴിയിലേക്ക് വലിച്ചെറിയാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നത്. അനുഗ്രഹത്തോടയക്കണമേ, കൃപയിൽ നിറച്ചയക്കണമേ. ഇന്ന് രാത്രി പ്രസംഗം കേട്ട് വചനം കേട്ട് വിശ്വസിക്കുന്ന രോഗികളായിട്ടുള്ളവരെ സൗഖ്യത്തോടയക്കണമേ. നിരാശയുള്ളവരെ പ്രത്യാശയോടയക്കണമേ. അങ്ങനെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. അപ്പാ ദൈവദാസന്മാരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറുവക്കൽ ശങ്കരനായി ബൈബിൾ കോളേജിനായി ന്യൂ ലൈഫ് മിനിസ്ട്രിക്കായി സ്തോത്രം. പ്രത്യേകാൽ കഥാവിന്റെ ദാസൻ ജോൺസൺ നായർ തന്റെ കുടുംബത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം, ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. God bless you.